പറയില്ല കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖില്ലാഹ് വ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിദീന ബിറളില്ലാഹ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുബശ്ശിർ തങ്ങൾ, എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുശാവറ അംഗങ്ങളും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുമായ സഹോദരന്മാരെ, ഒരുമിച്ച് കൂടിയ തലപ്പാവും തൊപ്പിയും അണിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലുകളിലെ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ലാ യഖാഫൂന ലൗമത ലായിം, ആരെന്ത് പറഞ്ഞാലും പേടിക്കാതെ ഖിദ്മത്ത് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ അള്ളാഹു തആല പെടുത്തുമാറാവട്ടെ. ഇവിടെ സലാം ബാക്കിയുടെ പ്രസംഗം തന്നെ ഈ സദസ്സിന് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നീണ്ട പ്രസംഗം ആവശ്യമില്ല. അതിന് പുറമെ ഇനി പലരും പ്രസംഗിക്കാനുമുള്ളത് കൊണ്ട് ഞാൻ പരിമിതമായ കുറഞ്ഞ സമയത്തിൽ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഇവർ നോട്ടീസിൽ കൊടുത്തുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ വിഷയം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു ഇറക്കിയ മതമാണ് നമ്മളെ മതം ഇസ്ലാം. അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം പുന്നാര നബിയോട് കൂടെ അവസാനിച്ച 1.25 ലക്ഷം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതമാണ്. ആദ്യത്തെ മനുഷ്യൻ ആദം നബി മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് പ്രഖ്യാപിച്ച മതം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി പ്രവാചകൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ദീൻ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നെന്ന് ഖുർആൻ സാക്ഷീകരിക്കുന്ന മതമാണ് നമ്മുടെ മതം. പിന്നീട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവാചകന്മാർ അടിക്കടിക്കൻ വന്നിരുന്നു. ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ വരുമായിരുന്നു. എന്നാൽ 1500 വർഷമായിട്ടൊരു പ്രവാചകനും ഇനി ഇല്ല, ഇനി ഖിയാമം വരെ ഉണ്ടാവുകയുമില്ല. ഈ കാര്യങ്ങൾ പിന്നെ നിർവഹിക്കാൻ അള്ളാഹുവിൻ റസൂൽ തന്നെ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഈ കാര്യം നിർവഹിക്കുന്ന പറഞ്ഞത്. പണ്ഡിതന്മാരാണ് നിർവഹിക്കുക. ഈ കാര്യത്തിലൊരു സംശയമില്ല. പാണ്ഡിത്യമാണ് എന്തിനും നിർവഹിക്കാൻ അത് തന്നെയാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആ ഉലമാക്കൾ ഇത് നിർവഹിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 1400ഓളം വർഷങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ പരിശുദ്ധ ദീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു. പിന്നെ എപ്പോഴാണ് അതിന് വ്യത്യാസം ഉണ്ടായത്? ഈ വഹാബികൾ കടന്നു വന്നു. 1922കളിൽ വഹാബികൾ കടന്നു വന്നപ്പോഴാണ് ഇതുണ്ടായത്. അവരിവിടെ കടന്നു വന്നിട്ട് എന്താ അവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം? ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ തൊപ്പും തലയെക്കെട്ടിട്ട ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ്, മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. ഇതവർ മായ്ച്ചു കളഞ്ഞു. അവർ സദസ്സ് പോയി എങ്ങനെ കാണുമോ? ആദ്യം അവരെടുത്ത് നമ്മളെ തലയെക്കെട്ടെടുത്ത് കളഞ്ഞു, തൊപ്പിയെടുത്ത് കളഞ്ഞു. ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ദുആൻ്റെ സദസ്സുകളുണ്ട് അവർക്ക്. അയ്യു ദുആഇ അസ്മാഉ എന്ന് ചോദിച്ചിട്ടുണ്ട്. റസൂലിനോട് ചോദിച്ചു, അയ്യു ദുആഇ അസ്മാഉ, ദുആയിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അള്ളാഹു സ്വീകരിക്കുന്ന സ്ഥലം ഏതായത് ദുആണെന്ന് ചോദിച്ചു. ദുബ്ര സലവാത്തിൽ മക്തൂബാത്ത്, 5 നേരത്തെ നിസ്കാരങ്ങൾക്കുടനെയുള്ള ദുആണ് ഏറ്റവും സ്വീകാര്യമായെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അവരെടുത്തു കളഞ്ഞു. അവരെ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഇരുന്നാൽ തുടച്ച് നീക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ. എവിടെയെങ്കിലും മൗലിദിൻ്റെ സദസ്സുണ്ടോ? എടുത്തു കളഞ്ഞു. സിയാറത്തുകളുണ്ടോ? അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തു കളഞ്ഞു. തറാവീഹ് 20 റക്അത്തുള്ളത് 8 ചുരുക്കി. ഇങ്ങനെ ദീനിൽ കുറേ ചുരുക്കങ്ങൾ വരുത്തി എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ചത്? നവോത്ഥാനം എന്താ സ്ഥാപിച്ചത്? ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച ആളുകൾ, മഹാന്മാരായ മദ്ഹബിൻ്റെ അയിമ്മത്തടക്കമുള്ള പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഇവരൊക്കെ തള്ളി പറഞ്ഞു. ഒക്കെ സ്വന്തം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ രംഗത്ത് വന്നു. ഈ കുട്ടികൾ അഫ്ദലുൽ ഉലമൻ്റെ കുട്ടികൾ, അതുപോലെ വലിയ കോയ്സ്, അതാ ഇൽമിൻ്റെ കോയ്സ് അഫ്ദലുൽ ഉലമ, ഇങ്ങനെയുള്ള ജഹിലിൻ്റെ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി.
അതിവിടെ കൊണ്ടുവന്നത് KM മൗലവി എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അയാൾ പ്രത്യേകം അദ്ദേഹത്തിന് അറിയാം. KM മൗലവിയാണ് ഇവിടെ ഈ വഹാബിസം കൊണ്ടുവന്നത്. അദ്ദേഹത്തെ പുനരുദ്ധരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ മഹാന്മാരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഉള്ളിൽ കൂടെ കടന്നുകൂടി മുജാഹിദീസം കടന്നുകൂടിക്കൊണ്ട് ഇവിടെ ഉള്ളിൽ കൂടെ പലതും കളിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വശംബദരായിക്കൊണ്ട് കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെയുണ്ട്. ഈ കൂടിയ ആളുകളൊക്കെ അതിൻ്റെ ആളുകളാണല്ലോ, നമുക്കറിയാലോ. നിങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്, നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട ബാഫി തങ്ങളൊക്കെ പഠിപ്പിച്ച ബാഫി തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്, താരിഖു സലാത്ത് നമ്മളെ കൂട്ടത്തിൽ വേണ്ട. താരിഖു സലാത്ത് വേണ്ട. ചേളാരി സമ്മേളനത്തിലാണ് പറഞ്ഞത്, താരിഖു സലാത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അത് കേട്ടിട്ട് നമ്മളാ പാർട്ടി വന്നവരാ. ഈ കൂടുന്നവരൊക്കെ നിങ്ങളൊക്കെ ആ പാർട്ടിയിലുള്ളവരാ, നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു വഴിക്കാണ് ഇത് പോകേണ്ടത്. ആ വഴിക്ക് പോവാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ ദീൻ, അതാ ഞാൻ പറഞ്ഞു, വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഉലാ. ആഖിറാണ് നമ്മളെ ദീൻ. ആഖിറം കിട്ടുന്നത് ദീൻ വേണം. ആഖിറം കിട്ടായി ഈ രാഷ്ട്രീയം അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആഖിറം കിട്ടണമെങ്കിൽ ദീൻ വേണം. ആ ദീന് ഒന്നാം സ്ഥാനം കൊടുക്കണം. മറ്റൊന്ന് നമ്മുടെ ദുന്യാവാണ്, അത് പിന്നിൽ വെക്കണം. ഇതാണ് നമ്മൾ പറയും നമ്മുടെ ബാധ്യത, അതാണ് കടമ, അതാണ് ഉലമാക്കന്മാരുടെ ദൗത്യവും അത് തന്നെയാണ്. മനുഷ്യനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, സയ്യിദന്മാരെ ബഹുമാനിക്കണം എന്ന് നമ്മളാ പഠിപ്പിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ലേ? നമ്മൾ സയ്യിദന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ അധിക്ഷേപിക്കാൻ കഴിയില്ല നമുക്ക്. സയ്യിദന്മാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. തങ്ങന്മാരെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന കൂട്ടരാണ് KM മൗലവിൻ്റെ ആൾക്കാർ. ആ KM മൗലവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ സയ്യിദന്മാർക്ക് സാധിക്കരുത്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർക്ക് സാധിക്കരുത്. കാരണം ഞങ്ങൾ സയ്യിദന്മാരുടെ ആളുകളാണ്. മഹാന്മാരായ സയ്യിദന്മാരുടെ ബഹുമാനിക്കാനും അതോടുകൂടെ തന്നെ അവരുടെ ആത്മീയ ചികിത്സ ഉറുക്ക് മന്ത്രം പോലത്തതൊക്കെ തന്നെ ശിർക്കാണെന്ന് പറയുന്നവരാണിവർ. KM മൗലവി അദ്ദേഹത്തിൻ്റെ ആൾക്കാരും ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മളാണ് അത് സുന്നത്ത് ജമാഅത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്, മന്ത്രിച്ചതിന് മാതൃകയുണ്ട്. വലിയ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ അല്ലേ മന്ത്രിച്ചതിനും നൂല് കെട്ടിയതിനും ബർക്കത്തെടുത്തതിനും ഒക്കെ ഒരുപാട് രേഖകളുണ്ട്, നല്ല സഹിയായ ഹദീസുകളുണ്ട്. ഇത് നമ്മൾ പറയുന്നു, ഇവർ പറയുന്നു അത് പാടില്ല എന്ന്. അപ്പോൾ ഇവിടെ തങ്ങന്മാരെയും അവരുടെ ആത്മീയ ചികിത്സയും ഒക്കെ തള്ളിപ്പറയുന്ന ഈ വിഭാഗത്തെ അതിനെ നിശിതമായി വിമർശിക്കുന്ന പണി നമ്മൾ എടുക്കണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമ്മൾ എടുക്കണമല്ലോ. കാരണം നമ്മളിത് പഠിച്ചതാണ്, നമ്മളതിനൊരു രേഖയുണ്ട്. ആ രേഖ പ്രകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ഇവിടെ നമുക്ക് വൈകല്യം പഠിപ്പിച്ചത് ഈ കൂട്ടരാണ്. KM മൗലവി അദ്ദേഹത്തിൻ്റെ ആൾക്കാരുമാണ്. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നറിയോ? ഇവരൊക്കെ ചെയ്യുന്നത് എന്താ അറിയോ? ഒരുപാട് കള്ളത്തരം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞാലിപ്പം നമുക്കറിയാം, ഇപ്പം മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട്. മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ്. എന്താ അതിൻ്റെ സ്ഥിതി? മുനമ്പത്ത് എന്താ ഉള്ളത്? സറായി. അവിടെ വഖഫ് ബോർഡിൻ്റെ ആ കാലത്ത് 1948 ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത്. 1948 സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേന്ന് അതിന് ഫറൂഖിലെ പുളിയാലി കുടുംബക്കാരാണ് ഒരു 28 ഏക്കർ സ്ഥലം വഖഫാക്കുന്നത്. അവിടെ ആ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ്. അത് കൊടുത്ത്, കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ, ബാഫക്കി തങ്ങളടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത്. ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത്. ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ സ്ഥലം വഖഫ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത്, ചെറായി വഖഫ്
1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി 2ാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുൻപത്തെ വഖഫ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ സമസ്തയ്ക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 440 ഏക്കർ 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. അതിൽ നിന്ന് വരുമാനമെടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വത്താണ്. അത് സ്ഥിരമായി കൊണ്ട് അതിൻ്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് വഖഫാക്കേണ്ടത്. തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വഖഫാക്കേണ്ടത്. ഇപ്പം മൈത്തിരി വഖഫാക്കാൻ പറ്റൂല, അത് വെളിച്ചെണ്ണ വഖഫാക്കാൻ പറ്റൂല, അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം. ഭൂമി, കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം. തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വഖഫാക്കാം. അതാണ് വഖഫിൻ്റെ നില. അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുബാഉ വലാ യൂറസു എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. വിൽക്കാൻ പാടില്ല, അനന്തരം എടുക്കാൻ പാടില്ല, കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത് ഖിയാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം. ആ വഖഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ. ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അത് ശറഈൻ്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഖഫാക്കിക്കൊണ്ട് വെച്ച നിയമമാണ്. ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. ശറഈൽ എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ്. ഈ വഖഫ് ഞാൻ ചുരുക്കി പറയാണ്, വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നും കേൾക്കുന്നുണ്ടായിരിക്കും. ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബികളുടെ കയ്യിലാണ് ഫറൂഖ് കോളേജ്. അതാണ് ഇപ്പോൾ പറയാൻ കാരണം. അവരാണ് ഇത് വിറ്റത്. കുറേ കയ്യേറിപ്പോയ ആൾക്കാർ, അതിൻ്റെ അടുത്തൊക്കെയുള്ള കുറേ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തിൽ കുറേ കയ്യേറി. ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല. ഇവരൊക്കെ വലിയ ശുചായികളല്ലേ കമ്മിറ്റിക്കാർ. അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു വക്കീലിന് വിൽക്കാനുള്ള അധികാരം കൊടുത്തു. അദ്ദേഹം എന്താക്കി, അതൊക്കെ കിട്ടിയവർ കുറേ വിറ്റു, കുറേ അയാളും എന്താക്കി എടുത്തു. അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി. വഖഫിൻ്റെ സ്വത്തെ വഹാബികൾ വിറ്റുവെന്ന്. ഇവർക്ക് എന്ത് ഹലാൽ ഹറാമാണുള്ളത്? അതാപ്പാടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ, കുടിയേറ്റക്കാരുണ്ടായി. അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറം അവർ റിസോർട്ടുകാരുണ്ട്. ഒരുപാട് റിസോർട്ടുകാർ, 60ഓളം റിസോർട്ടുകൾ അവിടെ ഉണ്ട്. വലിയ കുംഭകോണക്കാർ. അവരാണ് ഇപ്പോൾ അവിടെ സമരത്തിന് വേണ്ടി ഇവരെ ഇറക്കിയിരിക്കുന്നത്. ഇവർ നിരപരാധികൾ, പാവങ്ങളാണ്. ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ, നിരപരാധികളാണ്. കുറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണെന്ന് എനിക്ക് വാങ്ങിയതാണ്. ചിലരൊക്കെ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള നിലക്ക് കയറി കൂടിയതാണ്. ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ആധാരമുണ്ട്. അതിൻ്റെ ആധാരത്തിൽ ആദ്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് വഖഫാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പരലോക ഗുണത്തിന് വേണ്ടി വഖഫാക്കിയെന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട്. വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം. ഞാനത് പരിശോധിച്ചതാ. വഖഫ് എന്ന് 2 വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത്. എങ്ങനെ വിൽക്കുക? വഹാബികൾക്ക് വിൽക്കുക. ദീൻ പൊളിക്കുന്ന വഹാബികൾക്ക് അത് വിൽക്കുക. അവർ വിറ്റതാ. മറുപടി പറയണം വഹാബികൾ. എന്നിട്ട് ഇവിടെ നിന്ന് കുതിര കളിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ. 10-600 വീട്ടുണ്ടാവും, കുറേ വോട്ടുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് പോലെ എന്താ കണ്ണീരൊലിപ്പിച്ചിട്ട് വഖഫ് ബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. നമ്മളും പറയുന്നത് തന്നെ, അവർ പുറത്താക്കണം എന്നല്ല, അവർക്ക് പ്രശ്നം പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല. അവർ പരിഹരിക്കണം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിൻ്റെ വഹാബികളുണ്ടല്ലോ, ആ ഹാബികളോട് അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്തുണ്ടാക്കണം, കുടിയിരുത്തണം. അവരെ വഖഫ് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം. വഖഫ് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ? കാരണം അത് വഖഫല്ലേ, വിൽക്കാൻ പറ്റില്ലല്ലോ. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവിടെ കുടിയിരിക്കുന്ന കുടിയാന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവരോട് നമ്മൾ പറയുകയാണേ, നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. ആ പാവങ്ങളെ രക്ഷിക്കണം. അവർ നിരപരാധികളാണ്. ആർക്കാ പൈസ കൊടുത്തു വെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി
അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇതല്ല അതിൻ്റെ ന്യായം. ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും, ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മതത്തിൻ്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല, ശബ്ദം പറഞ്ഞിട്ടില്ല. അത് വളരെ ഖേദകരമാണ്. പരിഹാരം അതാണ്. അത് പറയാൻ ഇവിടെയും തൊട്ടൂടെ അവിടെയും തൊട്ടൂടെ എന്നുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി, പരിഹാരം വാങ്ങി, നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം. അതൊരു സത്യമാണല്ലോ, നീതിയല്ലേ, അത് മനസ്സിലാക്കണം. അതുപോലെ ഇവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ്. ഇപ്പോൾ സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആൾക്കാരെ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് 8 ആൾക്കാർക്ക് ആ ഖുർആൻ പറഞ്ഞത്. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകിൻ, എല്ലാവർക്കും അറിയാം. 8 കൂട്ടർക്കാണ് സക്കാത്തിൻ്റെ അവകാശമുള്ളത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ്. ബിൽഡിങ്ങും പോത്തും മൂരിയൊന്നുമല്ല. ആരാണ്? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് 8 ആൾക്കാരെന്ന് പറയുന്നത്. ആ 8 വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ അവരെന്താക്കുന്നുണ്ട്? സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക, അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക, ഇതൊക്കെ സക്കാത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും. അങ്ങനെ എവിടെ ആശുപത്രി, എവിടെ കോളേജ്, എവിടെയാണ് വാടക വീട്, ഇതൊക്കെ എവിടെയാണ്? ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ? ഇല്ല, ഇല്ലാത്ത നിയമമാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് വീടുമോ? സക്കാത്ത് കൊടുക്കണ്ടേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ നിസ്കാരത്തിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞ, ആവർത്തിച്ച് പറഞ്ഞ ഇബാദത്താണ്. അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ. ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മിറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി. കമ്മിറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിലിടാൻ പറ്റുള്ളൂ, പിരിച്ചാലല്ലേ കീശയിലിടാൻ പറ്റുള്ളൂ. അതാണ് പരിപാടി. ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി. അതിൻ്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്തമാനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ചില മൂല്യാരൊക്കെ, ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ഇത് ഇസ്ലാമല്ല, ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മളെന്താക്കുകയാണ്, നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചാനലുകാർ ഇവിടെ ഉണ്ട്, ഓരും പണിയത് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞിടെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇവിടെ എളവണ്ണപ്പാറ പ്രസംഗിച്ചിരുന്നു. അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാണ് ഇതുപോലെ തന്നെ. ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ. 8 ആൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ, പള്ളി മദ്രസയൊന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാനൊരു മസല പറഞ്ഞു. അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലുകാരാ അതിന് പറഞ്ഞത്. എന്തിനധികം പറഞ്ഞ് മഞ്ഞാന്ന് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി. സാദിഖ് അലി തങ്ങൾ അതിലുണ്ട്, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ അതിലുണ്ട്, ഞങ്ങളൊക്കെ അതിലുണ്ട്. അവിടേക്കും ഇവർക്ക് അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ തന്നെയാണ് സാദിഖ് അലി തങ്ങളും പറഞ്ഞത്, സയ്യിദുൽ ഉലമയും പറഞ്ഞത്. എന്തേ പറഞ്ഞത്? കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം, വേണ്ടതാണ് എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാർക്ക്? ഒരാളൊരു സ്ഥലത്ത് കാലിയായാൽ അവൻ്റെ മഹല്ല് വിലായത്തിൽ അദ്ദേഹം കാലിയാണ്. ഒരാൾ ഇനിയൊരു 1000 മഹല്ലിൽ കാലിയാണെങ്കിൽ 1000 മഹല്ലിൽ അദ്ദേഹം കാലിയാണ്. അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ, തിരക്കടില്ല. ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ഇതിപ്പോൾ തങ്ങൾ അറിയില്ല, നമുക്ക് മനസ്സിലായി. സാദിഖ് അലി തങ്ങൾ ഇത് അറിയില്ല, നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആരാ? ചില കോമരങ്ങളുണ്ട്, പ്രാസംഗികന്മാരായി വന്ന അവരാ കളിക്കുന്നത്. കൺഫ്യൂഷനാക്കാൻ നോക്കണം. കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാലി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. തങ്ങൾ പറഞ്ഞല്ലോ, തങ്ങളും പറഞ്ഞ് സാദിഖ് അലി തങ്ങളും പറഞ്ഞ്. നിങ്ങൾ ചന്തെടുത്ത് നോക്കിയാൽ കാണാം, നിങ്ങൾ കുന്തെടുത്ത് നോക്കി കാണാം. രണ്ടാളും പറഞ്ഞത് തങ്ങന്മാർ കാലിയായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ്, അതിന് തിരക്കടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതിന് ഞാനും പറഞ്ഞത്. പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ? ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളിയെന്നാ. അലക്കേ തള്ളിയായി. ഞാൻ പറഞ്ഞതന്നെ പറഞ്ഞുള്ളൂ, ഞാനതേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുത്തോളിട്ടോ, അത് വേറെ കാര്യം, നിങ്ങൾ ജീവിക്കണ്ടേ. നമ്മൾ ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം.
സംഗതികൾ കാര്യങ്ങൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റായിനും മസൂലും നന്നായി. അതുകൊണ്ട് സത്യം തുറന്ന് എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പറയുകയും വേണം. അതിനെ വളച്ചൊടിച്ച് കൊണ്ടിട്ട് ഒരു കോണിലേക്ക് കൊണ്ടുപോയിട്ട് കല്ലെറിയാൻ നിൽക്കരുത്. അങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പ്രവർത്തിച്ചാൽ അതിൻ്റെയും തിക്തഫലം ആ ചെയ്തവർക്ക് തന്നെയായിരിക്കും. ആരെങ്കിലും നല്ലത് ചെയ്താൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും, ചീത്ത ചെയ്താൽ അതിൻ്റെ തിന്മ അവർക്കും കിട്ടും. ആ കാര്യത്തിലൊരു സംശയമില്ല. അതൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യം CIC ആയുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. ആകപ്പം ഇവിടെ പ്രശ്നം മുറിച്ചത് CIC പ്രശ്നമാണ്. എന്താ അവിടെ ഉണ്ടായത്? നമ്മുടെ തങ്ങന്മാരും പാർട്ടി നേതാക്കളൊക്കെ തന്നെ സമസ്തൻ്റെ കൂടെയാണ്. സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കൽ. MESൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ. MES എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി പ്രവർത്തിച്ച വളർന്നു വന്നാണ്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും CH മുഹമ്മദ് കോയയും അതുപോലെ മുസ്ലിം ലീഗുകാരും സമസ്തക്കാരും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തു. കാരണം MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. പിന്നോക്കം, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന അവർ ഉയർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതിയാണ്. ആ സമിതിക്ക് പിന്തുണ കൊടുക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളർത്തി അങ്ങനെ കൊണ്ടുപോയി അവസാനം എവിടെ എത്തി? അവരുടെ ആയിരിക്കുന്ന ഉള്ളിലതുപോലെ തന്നെ ഹക്കീം ഫൈസിനെ പറഞ്ഞതുപോലെ ചില ഹക്കീം ഫൈസിമാർ അതിലുണ്ടായി. അവരത് കളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞു. ശരീഅത്ത് ഭേദഗതി ചെയ്യണം അത്ര അവരാവശ്യത. അസംമുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ മൂത്രം പരിശോധിച്ചാൽ മതി, പഞ്ചാര ഉണ്ടോയെന്ന് നോക്കിയിട്ട് ശരീഅത്തൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എനിക്ക് അസംമുസ്ലിയാരും അങ്ങനെ വലിയൊരു കലാപുണ്ടായി. മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു നോവൽ എഴുതിയത് അവർ ജേർണലിൽ നോവൽ എഴുതി. എന്താ നോവലിൻ്റെ പ്രമേയം? എന്താ പ്രമേയം? സ്വന്തം മകനിരിക്കെ പേരക്കുട്ടിക്ക് സ്വത്തുണ്ടാവില്ല, സ്വത്തിന് അവകാശമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ കൊലപാതകം നടക്കുന്ന ഒരു നോവലാണ്. ആ നോവല് ഉദ്ദേശം ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളതാണല്ലോ. അത് ശരിയല്ല എന്നാണല്ലോ. അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത ജംഇയ്യത്തുൽ ഉലമ മുശാവറ കൂടി പ്രമേയം പാസാക്കി. MESൻ്റെ പോക്ക് ശരിയല്ല, അതുമായി ആരും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു. ആ പ്രമേയത്തിൻ്റെ അതേ കോപ്പി കാർബൺ കോപ്പി എന്നറിയാം. അന്ന് ഇതൊന്നുമില്ല, നമ്മളെ ഈ ഇപ്പോഴത്തെ ഫോട്ടോ കോപ്പി ഒന്നുമില്ല. ആ കാർബൺ കോപ്പി ബഹുമാനപ്പെട്ട റഈസുൽ ഖൗം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ കോപ്പി എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് ഒരെതിർപ്പുമില്ലാതെ പാസ്സാക്കി. അല്ലാഹു അക്ബർ പറയും. ആ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് മുസ്ലിങ്ങളായല്ലേ. ഞങ്ങൾക്കൊന്നും പഴിച്ചില്ല, ഞങ്ങൾക്ക് പഴിച്ചിട്ടില്ല, ഇന്നും പഴിച്ചിട്ടില്ല. അപ്പം നമ്മളിപ്പം ലീഗിനെ കുറ്റം പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ സംഗതി മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ വളച്ചൊടിച്ചിട്ട് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ അപ്പം നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. സമസ്തയാണ് ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നേതൃത്വം മുന്നോട്ട് വരേണ്ടതാണ്. CIC വിഷയത്തിലും ഇതുപോലെ സലാം ബാക്കി ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ പോക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമസ്ത തീരുമാനമെടുത്താൽ എല്ലാ നേതാക്കളും അതിൻ്റെ കൂടെ നിൽക്കണ്ടേ? നിന്നില്ല. അവിടെയാണ് കുഴപ്പം. എന്നാലും സഹിച്ചു. അവരുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച വെച്ചു. ചർച്ചയാണ് ഇവിടെ പറഞ്ഞത്. 9 കാര്യങ്ങൾ മധ്യസ്ഥന്മാർ തീരുമാനിച്ചതാ. ആ തീരുമാനിച്ചത് അംഗീകരിക്കാൻ സമസ്തയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളടക്കമുള്ളവർ കൈയൊന്നിച്ച് അംഗീകരിച്ചു. മധ്യസ്ഥന്മാരുണ്ടാക്കിയ തീരുമാനമല്ലേ, ഞങ്ങൾ അംഗീകരിച്ചു. പിന്നെ എവിടെ അംഗീകരിക്കാത്തത് ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെ അംഗീകരിക്കാഞ്ഞത്? മധ്യസ്ഥന്മാരെ തള്ളിയതാരാ? മധ്യസ്ഥന്മാരാരോ തള്ളിയണല്ലോ, ഇവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തള്ളുന്നവരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാൻ തയ്യാറല്ല, കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം, നല്ലതിനെ കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനെന്ന് പറഞ്ഞാൽ ഈ സമസ്തയാണ്. ഇപ്പം അതൊരു സംശയമില്ല, അതിൽ വേറൊരു സംഗതിയില്ല. അതുകൊണ്ട് അതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ ലീഗാവാൻ തരക്കടൊന്നുമില്ല. അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ രണ്ടാം സ്ഥാനം. അത് ദുനിയാവാണ്, ഇത് ആഖിറമാണ്. ഇത് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആർക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും.